ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന സോഷ്യൽ ജസ്റ്റിസാണ്, സാമൂഹ്യ നീതിയാണ്, അദിലാണ്. ഇഖാമത്തുൽ അദിൽ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ്. നീതി നിർവഹണം എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ എല്ലാവർക്കും കഴിയും. കാരണം രോഷാകുലനായ ഒരാൾക്ക് നീതിയുടെ കൂടെ നിൽക്കാൻ പറ്റും, പക്ഷെ നീതി നിർവഹിക്കാൻ എല്ലാവർക്കും കഴിയില്ല. വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ദുആ അല്ലാഹുവിന് മാത്രമാണ്, ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമാണ്. ശരിയും തെറ്റും നിർണയിക്കാനുള്ള അവകാശവും അല്ലാഹുവിന് മാത്രമാണ്. അതിൽ ചിലത് മാത്രം അല്ലാഹുവിന് കൊടുക്കുക, ചിലത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ശരിയായ നിലപാടല്ല. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പം പിന്നെ എന്താണ് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണം, കാഴ്ചപ്പാടെന്താണ്? ശരിയും തെറ്റും പൂർണ്ണമായും നിർണയിക്കാനുള്ള അവകാശം അല്ലാഹുവിനാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ ഇസ്ലാമേതര വ്യവസ്ഥയിൽ, ഇസ്ലാമിന് നേതൃത്വമോ അധികാരവും ഇല്ലാത്ത വ്യവസ്ഥയിലും അയാൾ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പൂർണ്ണമായും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ലയിക്കുകയോ ചെയ്യലല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. വിശ്വാസി ജീവിക്കുന്ന സമൂഹത്തിൽ അവൻ്റെ പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് അംറും ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. അപ്പൊ ഇത് ചെയ്യാനുള്ള വിശ്വാസിയുടെ ശ്രമത്തെയാണ്, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതാണ് രാഷ്ട്രീയം എന്നതുകൊണ്ട് ഞാൻ വിവക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിലെ അതിൻ്റെ അടിസ്ഥാനം, ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊരു വിശ്വാസി എന്താണ് നിർവഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഭരണാധികാരിക്ക് എന്തൊക്കെ യോഗ്യതകളാണ് ഉണ്ടാവേണ്ടത്? ഹദറത്ത് യൂസുഫ് അലൈഹിസ്സലാം, സൂറത്ത് യൂസുഫ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുകയാണ്. അങ്ങനെ നിരവധി ദിവസങ്ങൾ, വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കടന്നു. ഒടുവിൽ ആ നാട്ടിൽ ഒരു രാജാവ് സ്വപ്നം കാണാണ്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സ്വപ്നം, ഇതിനെ വിശദീകരിക്കാൻ പറ്റിയ ആളാരാണ്? ഹസ്രത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ ജയിലിൽ കടന്ന ആൾ രാജാവിനോട് പറഞ്ഞു, സ്വപ്ന വ്യാഖ്യാനത്തിന് പ്രസിദ്ധനായ ഒരാൾ എനിക്കറിയാം, പക്ഷെ അദ്ദേഹം ജയിലിലാണ്. അപ്പൊ ജയിലിലേക്ക് ഒരാൾക്ക് ഓടിക്കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് രാജാവിന്റെ പെർമിഷൻ വേണം. കാര്യങ്ങൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെ വെറുതെ വിട്ടാൽ പോരാ, എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുണ്ട്. ആ ആരോപണം ഉന്നയിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? അവരിതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണോ? ഞാൻ നിരപരാധിയാണെന്ന് ആ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ഇപ്പൊ രാജാവിനോട് അന്വേഷണത്തിന് ഉത്തരം വിടുകയാണ് യൂസുഫ് അലൈഹി സ്വലാം. ഏത് ഭരണാധികാരിക്കും അവന്റെ ധാർമ്മികതയിൽ, അവന്റെ ഇടപാടുകളിൽ, വ്യവഹാരങ്ങളിൽ ആരോപണങ്ങൾ ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് അന്വേഷിക്കാൻ പറയലാണ്. അന്വേഷിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ രാജാവിനത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായി, കള്ളക്കേസാണ്, കുടുക്കിയതാണ്. അതുകൊണ്ട് അവരോട് അന്വേഷിച്ച് അവർക്ക് യൂസുഫ് അലൈഹി സ്വലാം നിരപരാധിയാണ് എന്ന് തികഞ്ഞ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജയിൽ മോചനത്തെക്കുറിച്ച് യൂസുഫ് അലൈഹി സ്വലാം ആലോചിക്കുന്നത്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാം രാജാവിൻ്റെ അടുത്ത് വരികയാണ്. രാജാവിൻ്റെ അടുത്ത് വന്ന് ദീർഘമായ സംഭാഷണങ്ങൾ അവർ നടത്തി. സ്വപ്നത്തിൻ്റെ കാര്യം
യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് രാജാവ് പറഞ്ഞ കൂട്ടത്തിൽ രാജാവ് പറഞ്ഞ കാര്യങ്ങൾ, താങ്കൾ എൻ്റെ അടുത്ത് മക്കീനുൻ അമീനുമാണ്. ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട ആദ്യത്തെ ക്വാളിറ്റി മക്കീൻ എന്ന ക്വാളിറ്റിയാണ്, ഗുണമാണ്. മക്കീൻ എന്ന് പറഞ്ഞാൽ വിവേകത്തോടും അവധാനതയോടും ഒരു കാര്യം നടപ്പിലാക്കാനുള്ള ശേഷി ഉണ്ടാവുക, അതാണ് മക്കീൻ എന്ന് പറഞ്ഞാൽ. അപ്പോ അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഔന്നിത്യബോധവും അയാൾക്കുണ്ടാവുക. രണ്ടാമത്തെ കാര്യം അമീനായിരിക്കുക, വിശ്വസ്തനായിരിക്കുക. മഹാനായി ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ 2 പെൺകുട്ടികൾ അദ്ദേഹം സഹായിച്ചൊരു സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ പിതാവ് മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ചു കൊണ്ടുവരാൻ കൂട്ടത്തിൽ ഒരു കുട്ടിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിതാവിന്റെ അടുത്തേക്ക് മൂസ അലൈഹി ഇസ്ലാം വന്നപ്പോ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഈ കുട്ടി പറയുന്നുണ്ട്, മൂസ അലൈഹി ഇസ്ലാം കവിയുൻ അമീനുമാണ്. ഏത് ജോലിക്കാരനെടുക്കുമ്പോൾ ഈ 2 ക്വാളിറ്റി അനിവാര്യമാണ്. കച്ചവട സ്ഥാപനത്തിൽ ജോലിക്ക് വെക്കുമ്പോൾ അയാൾ കവിയാണോ എന്ന് നോക്കണം, അമീനാണോ എന്ന് നോക്കണം. ബിസിനസ് സംരംഭത്തിൽ ഒരാളെ പാർട്ട്ണറായി ചേർക്കുമ്പോൾ അദ്ദേഹം കവിയാണോ അമീനാണോ എന്ന് നോക്കണം. കവി എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കണ കാര്യത്തിന് ആവതുള്ള മനുഷ്യനാണ് നോക്കുക. അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനാവുക. അത് വിശ്വാസികൾ എല്ലാവരും അമീനാവണം, വിശ്വസ്തനാവണം. വിശ്വസ്തരായ അല്ലാത്ത ആളുകളെ കടയിൽ പിടിച്ചേൽപ്പിക്കരുത്, ജോലിയിൽ പാർട്ട്ണർമാരാക്കരുത്, ബിസിനസ്സിൽ പാർട്ട്ണർമാരാക്കരുത്, ഒരു സംഗതിക്കും പറ്റൂല. അപ്പൊ കവിയും അമീൻ, മൂസ അലൈഹി സ്വലാം ഇത് രണ്ടുണ്ടായതുകൊണ്ട് ധൈര്യപൂർവ്വം ജോലിക്ക് വെക്കാൻ ആര് തയ്യാറായി? ഈ കുട്ടികളുടെ പിതാവ് തയ്യാറായി. അപ്പൊ ഇത് എല്ലാ വിശ്വാസിക്കും ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് അമീനാവുക എന്ന് പറയുന്നത്, വിശ്വസ്തനാവുക എന്ന് പറയുന്നത്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അമാനത്ത് സൂക്ഷിക്കണാൽ വിശ്വസ്തത. ആള് നുണൊന്നും പറയില്ല, സത്യം മാത്രമേ പറയൂ എന്നത് മാത്രമല്ല അമീന്റെ അടിസ്ഥാനം. അമാനത്ത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവനാണ് അമീൻ എന്ന് പറയുന്നത്. എന്താണ് അമാനത്ത്? കടയിൽ ക്യാഷർ ഇല്ലാത്ത സമയത്ത് ആ ക്യാഷിലൊന്ന് ഇരിക്കുമെന്ന് പറഞ്ഞാൽ ക്യാഷിലിരിക്കണ വലുപ്പും ശെൽപ്പും ആരുടെ അമാനത്തിലായി? എന്റെ അമാനത്തിലായി. അതേപോലെ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ജോലി ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ആ ജോലിയാണ് അയാളുടെ അമാനത്ത്. എല്ലാ വിശ്വാസിയും അമാനത്തുള്ളവരാണ്. ഈ അമാനത്തിനെ കുറിച്ച് നാളെ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്തിന് 2 പാലത്തിൽ 2 സ്ക്രൂ ഉണ്ട്. സ്വർഗത്തിലേക്ക് മുറിച്ചു കടക്കാനുള്ള പാലത്തിന് 2 സ്ക്രൂ കൊണ്ടാണ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി പറയാൻ. അതിലൊന്നാമത്തെ എന്താണ്? സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം ചേർക്കാത്ത ഒരാൾക്ക് അതിൽ കാല് വെക്കാൻ കഴിയില്ല. ഇനി ആ കുടുംബബന്ധത്തിലൊക്കെ ഡീസന്റായ മനുഷ്യൻ കാല് വെച്ച് നടന്നാൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ അയാൾ അമാനത്ത് എന്തായിരിക്കണം? പാലിച്ചിരിക്കണം. രണ്ടാമത്തെ സ്ക്രൂ ഏതാണ്? അമാനത്താണ്. ഇത് രണ്ടും ഉള്ള ആളുകൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിനും ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നി ഹഫീദുൻ അലീം, ഞാൻ ഹഫീദാണ്. ഹഫീദ് എന്ന് പറഞ്ഞാൽ ജാഗ്രത ഉള്ള മനുഷ്യനാണ്. ഏത് കാര്യത്തിൽ അലസതയും അലംഭാവവും ലാഘവത്വമില്ലാതെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പെരുമാറും. ഈ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഹഫീദ് എന്ന് പറഞ്ഞു. ഒരു ഭരണാധികാരിക്ക് എപ്പോഴും ജാഗ്രത ഉണ്ടാവണം. ഒരു പ്രജയെപ്പോലെ, ഒരു അനുയായിയെപ്പോലെ, ആ ഒരു രാജ്യത്ത് ജീവിക്കുന്ന സാധാരണ ഒരു പൗരനെ പോലെ ആവാൻ ഒരു ഭരണാധികാരി പറ്റില്ല. ഭരണാധികാരി ജാഗ്രത വേണം. കാരണം ഈ ജനത്തിന്റെ മുഴുവൻ സ്വത്തും ടാക്സും അയാൾ അമാനത്തായി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനൊന്നും തുള്ളി പോകാൻ പാടില്ല, സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല. അതിന്റെ എല്ലാ ബജറ്റും അതുപോലെ തന്നെ പ്രൊജക്റ്റും എല്ലാം സുതാര്യമായിരിക്കണം. അതുകൊണ്ട് ഏത് സമയത്തും ജാഗ്രതയുള്ള ഭരണാധികാരിക്കാണ് യഥാർത്ഥത്തിൽ ഭരണം നടത്താനുള്ള യോഗ്യത എന്ന് പറയുന്നത്. പിന്നെ അലീം, ഏത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ ഏറ്റെടുക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനുണ്ടാവണം. ഏത് കാര്യമായാലും അലീമായിരിക്കണം അയാൾ. അലീം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയായി ഒരാളെ ഏൽപ്പിച്ചാൽ അയാൾക്ക് ഭരണത്തിലെത്താനുള്ള യോഗ്യത ഇല്ലെങ്കിൽ, അറിവും വിവരവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അയാളെ തെരഞ്ഞെടുക്കരുത്, അയാൾക്ക് വോട്ട് ചെയ്യരുത്. അലീമായിരിക്കണം. അലീം എന്ന് പറഞ്ഞാൽ എന്തിനാണോ നമ്മൾ അയാളെ എലക്ട് ചെയ്യുന്നത് അതിലേക്ക് അയാൾ പ്രാപ്തനാവുക എന്നതാണ്. അതിനെക്കുറിച്ച് വിവരം ഉണ്ടാവുക എന്നുള്ളതാണ്. അയാൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് വിവരം ഉണ്ടാവില്ല.
ഏതിലാണോ അയാൾ ഇറങ്ങിയിരിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് വിവരമുണ്ടാവണമെന്നതാണ്. അപ്പൊ 4 ക്വാളിറ്റിയാണ് ഹസ്രത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഉണ്ടായത്. ആ 4 ക്വാളിറ്റിയും ഒരു ഭരണാധികാരിയുടെ യോഗ്യതയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഭരണം നിർവഹിക്കുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന സോഷ്യൽ ജസ്റ്റിസ് ആണ്, സാമൂഹ്യ നീതിയാണ്, അദിലാണ്. ഇഖാമത്തുൽ അദിൽ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ്. നീതി നിർവഹണം എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ എല്ലാവർക്കും കഴിയും. കാരണം രോഷാകുലനായ ഒരാൾക്ക് നീതിയുടെ കൂടെ നിൽക്കാൻ പറ്റും, പക്ഷെ നീതി നിർവഹിക്കാൻ എല്ലാവർക്കും കഴിയില്ല. വ്യത്യാസമുണ്ട്, രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. ഒരു നാട്ടിൽ ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെട്ട അയാളുടെ കൂടെ നിൽക്കാൻ 10,000 ഉണ്ടെങ്കിൽ അയാൾ മറ്റാളും ഇടപെട്ട പ്രശ്നത്തിലിരുന്ന് തീർപ്പ് കൽപ്പിച്ച് നീതി നിർവഹിച്ചു കൊടുക്കാൻ ആ നാട്ടിൽ ചിലപ്പോ ഒരാൾക്ക് പോലും സാധിക്കില്ല. നീതി നിർവഹണം അതീവ ദുഷ്കരമായൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് അർശിന്റെ തണൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തപ്പോ ആദ്യം നബി തിരുമേനി പറഞ്ഞത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി എന്നുള്ളതാണ്. നീതിമാനായ ഭരണാധികാരി എന്നുള്ളത്. അപ്പൊ നീതിമാനാവുക എന്ന് പറയുന്നതാണ് കുട്ടികൾക്കിടയിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന എല്ലാ വ്യവഹാരിക മേഖലയിലും നീതിപൂർവം ഇടപെടാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് അത് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് വല്ലാഹി ലൗ സരിഖത് ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് ലഖതഅതു യദഹ, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാൻ അവളുടെ കൈവെട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു നീതിബോധമാണ്. ഈ നീതിബോധമാണ് ഭരണാധികാരികൾക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ എന്റെ കുടുംബം, അതേപോലെ തന്നെ എന്റെ ചുറ്റുവട്ടത്തുള്ള പരിവാരങ്ങൾ, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കലല്ല ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം. ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ്. അതുകൊണ്ടാണ് യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്ന് ചത്തുപോയാൽ അതിന്റെ പേരിൽ നാളെ ഉമർ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചൊരു ഭരണാധികാരി ഉണ്ടാവുന്നത്. അതിൽ എന്ന് നിങ്ങൾ എഴുതിയാൽ ഈസ് ഈക്വൽ ടു ഉമർ എന്ന് വിശ്വാസികളല്ലാത്ത ആളുകളും എഴുതും. നീതിയുടെ പര്യായമാരായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ നീതി നിർവഹിക്കുക ഈ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. അപ്പൊ നീതി നിർവഹണത്തിന് നേരത്തെ പറഞ്ഞ 4 ക്വാളിറ്റി ഉണ്ടാവണം. 4 ക്വാളിറ്റി ഉണ്ടാവണം. മക്കീനായിരിക്കണം. അമീനായ എല്ലാവർക്കും മക്കീനാവാൻ കഴിയില്ല. ആള് വിശ്വസ്തനാണ്, പക്ഷെ നീതി നിർവഹിക്കാൻ കഴിഞ്ഞോളന്നില്ല. നീതി നിർവഹിക്കാൻ കഴിഞ്ഞോളന്നില്ല. ആള് അലീമാണ്, ഹഫീദാണ്. നീതി നിർവഹണം എന്ന് പറഞ്ഞാൽ വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഭരണാധികാരി നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർവഹണമായി ഇസ്ലാം മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം നഹ്യുൻ അനിൽ മുൻകർ, അതുപോലെ തന്നെ അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിഭാടനം ചെയ്യുക. തന്റെ പാർട്ടിയിലും സംഘടനയിലും ഭരണകൂടത്തിലും സമൂഹത്തിലും സമുദായങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാമുള്ള നന്മയെ പ്രോജ്വലിപ്പിച്ചു നിർത്തുക, തിന്മയെ വിഭാടനം ചെയ്യാനുള്ള പരിശ്രമം നടത്തുക. ഇത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വിട്ടുവീഴ്ച പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം സമൂഹം എവിടെ ജീവിച്ചാലും ഫർദ് ഐനായ ഉത്തരവാദിത്തമാണ് ഏത്? അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. കൊണ്ടോട്ടിയിലായാലും ശരി, മലപ്പുറത്തായാലും ശരി, മഞ്ചേരി, ഏത് നാട്ടിൽ ജീവിച്ചാലും ശരി, നിങ്ങൾ നിർവഹിക്കേണ്ട നിസ്കാരം പോലെ എല്ലാവർക്കും ഫർദ് ഐനായ ഉത്തരവാദിത്തമാണ് അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോൻ പിടിക്കുന്നത് പോലെ ഈ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ എന്ന് പറയുന്നത് വിശ്വാസിയുടെ ദൗത്യമാണ്. അതിൽ അധികാരം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു സാധാരണ മനുഷ്യന് അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകർ നിർവഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിലും ശക്തിയിലും അതുപോലെ തന്നെ സമഗ്രതയിലും ഇത് നിർവഹിക്കാൻ അധികാരത്തിന് ശക്തി ഉണ്ടാവും, അധികാരത്തിനുണ്ടാവും. ഇപ്പൊ അശ്ലീലതക്കെതിരെ നിങ്ങൾക്ക് പ്രസംഗിക്കാം, പക്ഷെ അശ്ലീലത ഈ പഞ്ചായത്തിൽ വേണ്ട, അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ വേണ്ട, ഈ സംസ്ഥാനത്ത് വേണ്ടാന്ന് ഒരു ചെയർമാൻ, ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ അത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. മറ്റേ നമ്മളെത്ര പ്രസംഗിക്കണം, നമ്മളെത്ര പോസ്റ്റർ ഒട്ടിക്കണം. അപ്പൊ ഇതാണ് അധികാരവും അധികാരമില്ലാത്ത അവസ്ഥയും പറയുന്ന അവസ്ഥ. അപ്പൊ അധികാരം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട, അത് ഏറ്റവും കൂടുതൽ നിർവഹിക്കുന്ന ഭരണാധികാരികൾ, ഭരണകൂടം, ഇവരെയാണ് നമ്മൾ അനുകൂലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. അവരെയാണ് നമ്മൾ പിന്തുണ. ഹിക്മത്ത് ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം എന്തുവാണ്? ഏത്? സിദ്ഖ് വ അമാനത്ത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സത്യസന്ധതയും വിശ്വസ്തതയും ഉണ്ടാവണം. ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം
അതുകൊണ്ട് അതിന്റെ ഏറ്റവും ആദ്യത്തെ പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റില്ല, സ്വതക്ക സ്വീകരിക്കാൻ പറ്റില്ല. ഒരാൾ സ്വതക്ക കൊടുത്താൽ നബി അർഹനാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. എനിക്കും എന്റെ കുടുംബത്തിന് നിഷിദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം സുതാര്യമായിരിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് സംശയത്തിന് ഇടവരുത്താൻ പറ്റുന്ന ഒരവസ്ഥയും ഉണ്ടാവാതിരിക്കുക എന്നതാണ്. സുതാര്യമായിരിക്കുക. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിയുമായി മദീനയുടെ റോഡിലൂടെ തെരുവിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ രണ്ടാളങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ആളവർക്ക് മനസ്സിലായില്ല. അപ്പൊ നബി ഉറക്കം വിളിച്ചു പറഞ്ഞതിന്റെ ഭാര്യയാണ് കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു. കാരണം എന്താ, നബി ഇപ്പൊ ഒരു പെണ്ണിന്റെ കൂടെ നടന്നു പോവാന്ന് ആരെങ്കിലും മനസ്സിൽ ധരിക്കണ്ട. അപ്പൊ സുതാര്യമാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിദ്ഖ് വ അമാനത്ത് എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. കാരണം ഭരണകൂടം സംരക്ഷിക്കുന്നത് പൊതുമുതലാണ്. പൊതുമുതൽ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം കൂടുതലുള്ള ഒരു മുതലാണ് പൊതുമുതൽ. ഒരു സാധനങ്ങൾ വാടകക്ക് വാങ്ങിന്ന് വെക്കുക, ഏറ്റവും നല്ല രീതിയിൽ അത് തിരിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം. പൊട്ടിയ കസാര പിന്നെ കൊടുക്കാൻ പാടില്ല, സ്റ്റൂള് പൊട്ടി കൊടുക്കാൻ പാടില്ല, നല്ലത് കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതിലും വൃത്തിയിലും തിരിച്ചു കൊടുക്കണം. ഒരു സ്ഥലം നിങ്ങൾ ലീസിനെടുത്താൽ അത് മടക്കി കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ എടുത്തിരുന്നത് അതിനേക്കാൾ വൃത്തിയിൽ തിരിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. കേടുവരുത്താൻ പാടില്ല. കാരണം അമാനത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളിയുടെ ഒരു മുതൽ കൈകാര്യം ചെയ്യുമ്പോൾ മദ്രസയുടെയും സ്കൂളിന്റെയും സ്ഥാപനത്തിന്റെയും ഒക്കെ മുതൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സിദ്ഖ് വ അമാനത്ത് പ്രകടിപ്പിക്കണം. അപ്പൊ പിന്നെ ഭരണകൂടത്തിന്റെ കാര്യം പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് തന്റെ മകൾ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കഷ്ണം ഇങ്ങനെ വായിലിട്ടപ്പോൾ അത് തട്ടിപ്പറിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. അതെനിക്ക് അർഹതപ്പെട്ടതാണോ എന്നുള്ള ഭയം കാരണം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണകൂടത്തിന്റെ സമീപനം. ഇതിലേറ്റവും കൂടുതൽ അനുകൂലമുള്ള ആളുകൾ ആരാണോ അവരെയാണ് നമ്മൾ പിന്തുണക്കുക, അവരെയാണ് സഹായിക്കുക. പാർട്ടികളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. യഥാർത്ഥത്തിൽ ഈ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റോമും പേർഷ്യയും തമ്മിൽ സംഘർഷമുണ്ടായി. ആ സംഘർഷമുണ്ടായ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റോമയുടെ കൂടെ നിന്നു. അവിടെ അന്ന് ഒരാളും വിശ്വസിച്ചില്ല റോം തിരിച്ചു വരുന്നു. എല്ലാവരും, കാരണം സഹാബികളും അറബികളൊക്കെ സഹാബികൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ബെറ്റ് വെക്കാണ്ടോ, ഇനി റോം ഒരിക്കലും തിരിച്ചു വരില്ല. റോമും പേർഷ്യയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒന്നെന്താണ്, വേദക്കാരാണ്, മറ്റത് ബഹുദൈവ വിശ്വാസികളാണ്, അഗ്നി ആരാധകരാണ്. ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ അടുത്തത് തൗഹീദും റിസാലത്തും ആഖിറത്തിനെ കുറിച്ച് അറിവും ബോധ്യമുള്ള ആളുകളാണ്, വേദക്കാരാണ്. അതുകൊണ്ട് വേദക്കാരുടെ കൂടെ തൽക്കാലം നിൽക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അതായത് അവർ അംഗീകരിച്ചിട്ടോ അവരുടെ കൂടെ നിന്നിട്ടോ അല്ല. അതുകൊണ്ട് ഈ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കാൻ ഘടകമായ ഒരു ഘടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ടെത്തി. എന്താണ്? ഞങ്ങൾ പറയുന്ന കാര്യവും അവർക്ക് മനസ്സിലാകുന്നു എന്നതാണ്. അതുപോലെ തന്നെ നാലാമത്തത് ഭരണനിർവഹണത്തിൽ ഉണ്ടാവേണ്ടത് ഹിക്മത്ത് വ റഫ്ഖ്. റഫ്ഖ് എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യത. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുക, വിവേകത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സൗമ്യതയോടുകൂടി കാര്യം ചെയ്യുക. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ശരിയാവുള്ളൂ. ഒരാൾക്ക് യുക്തിയും വിവേകമൊക്കെ ഉണ്ട്, സൗമ്യത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പാളിപ്പോവും. സൗമ്യത മാത്രമേ ഉള്ളൂ, അത് യുക്തിയും വിവേകവും ഇല്ല, അവിടെയും കാര്യങ്ങൾ എന്ത് ചെയ്യും? പാളിപ്പോവും. അപ്പൊ ഇത് രണ്ടും മിക്സ്ഡ് ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒഴുകുന്ന വെള്ളം പോലെ സൗമ്യതയുള്ള ആളായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് ഒരു അറാബി മൂത്രമൊഴിച്ചപ്പോ ആ അറാബിയോട് നബി തിരുമേനി ആ അറാബിയെ ശാസിക്കാൻ വന്ന തന്റെ അനുയായികളെ തടഞ്ഞിട്ട് പറയാൻ, ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു. ഇങ്ങനൊരു പാട്ട വെള്ളം എടുത്തിട്ട് ആ മനുഷ്യൻ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒഴിച്ച് വൃത്തിയാക്കണത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റിഫ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, സൗമ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾ അവർക്ക് യുക്തിയും വിവേകവും ഉണ്ടാവുക എന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് സൗമ്യത എന്നുള്ളത്. ഗ്രഹനാഥന്മാർ, കുടുംബത്തിന്റെ കാര്യം നോക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവേണ്ട ഗുണമാണ്. ഇതൊരു മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഉണ്ടാവേണ്ട ഗുണം മാത്രമല്ല ഞാൻ പറയും. ഏത് അധികാരം ആരെ ഏൽപ്പിച്ചാലും അതിന്റെ തോതും വളവും അനുസരിച്ച് ഈ ഗുണം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം യൂണിറ്റിയാണ്. മുസ്ലിം ഉമ്മത്ത് എവിടെ ഇടപെട്ടാലും മുസ്ലിം ഉമ്മത്തിന്റെ യൂണിറ്റിക്ക് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. പാർട്ടി സംഘടന എന്നുള്ളതൊക്കെ പിന്നെ നമ്മുടെ രണ്ടാമത്തെ കൺസേൺ ആണ്. ഒന്നാമത്തെ കൺസേൺ അതാണ്, ഈ ഉമ്മത്തിന്റെ ഐക്യം തകർക്കുന്ന നിലപാടിൽ എന്റെ പാർട്ടി ഇടപെട്ടാൽ, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയക്കാരൻ ഇടപെട്ടാൽ, എന്റെ സംഘടന ഇടപെട്ടാൽ അതിൽ ഞാൻ നോ പറയും. ബാക്കിയൊക്കെ നിങ്ങൾ ഓക്കെ, പക്ഷെ അത് ശരിയല്ല. കാരണം എന്താണ്?
എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹ്ദത്തുൽ ഉമ്മയാണ്, ഈ ഉമ്മത്തിന്റെ ഐക്യമാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിഅ, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിഅ വലാ തഫറഖു. വിശുദ്ധ ഖുർആൻ പറയാൻ ഒന്നിച്ച് നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണമെന്നാണ്. അപ്പൊ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, സംഘടനാ വിയോജിപ്പുകൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കണക്കാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് ഉമ്മത്തിന്റെ ഐക്യം എന്ന് പറയുന്നത്. അത് തൊടാൻ പാടില്ല, അതിൽ പോറലേൽപ്പിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ അധികാരം കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാവേണ്ട അഞ്ചാമത്തെ ഗുണമെന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ അവർ ഐക്യത്തിനും ഒരുമക്കും വേണ്ടി പരമാവധി എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് വലിയ പ്രാധാന്യം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആ റോമ ചക്രവർത്തി അദ്ദേഹത്തിന് സഹായം ഓഫർ ചെയ്തു. താങ്കൾ അലിയുമായി തെറ്റിലാണെന്ന് മനസ്സിലായി, അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായോ സൈനികമായോ സഹായം ഞങ്ങൾ എന്ത് ചെയ്യാം, നൽകാം. അപ്പൊ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ അടിക്കാൻ, അപ്പൊ പുറത്തുനിന്ന് ഒരാൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ഇത് മനസ്സിലായി. അപ്പൊ കിട്ടുന്ന സാമ്പത്തികവും സൈനിക സഹായവും വരട്ടെ, എന്നിട്ട് അങ്ങോട്ട് മിസൈലിടാം എന്ന് തീരുമാനിക്ക ആര് ചെയ്തത്? മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്തതിന് മറുപടി കൊടുത്ത എന്താണ്? നീ എന്റെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാലുകുത്തിയാൽ എന്റെ ഇമാമായ അലിക്ക് പിന്നിൽ അണിനിരന്ന് ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും. അപ്പൊ എനിക്ക് അലിയോട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ നിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇത് പറയാനുള്ള ആർജവം ഈ ഉമ്മത്തിനില്ല എന്നതാണ് ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ശത്രു ആരാണെന്ന് മനസ്സിലാക്കുക, ആ ശത്രുവിനെതിരെ ഉള്ള യോജിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ ദൗത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ആ ദൗത്യത്തിന് വേണ്ടിയുള്ള യോജിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആരാധനയുടെ ഭാഗമായിട്ടാണ് നീതി നിർവഹണം ഇസ്ലാം മനസ്സിലാക്കുന്നത്. ആരാധനയുടെ ഭാഗമായിട്ടാണ് നീതിയെ മനസ്സിലാക്കുക. ആ നീതിയും അനീതിയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ നീതിയുടെ ഭാഗത്ത് നിലയുറപ്പിക്കാൻ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. ഈ മൂല്യം ഭൂമിയിൽ ഉണ്ടാവുകയും പുലരാനും വേണ്ടിയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ അധികാരം അവർ ഉപയോഗിക്കേണ്ടത് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ അധികാരികളായ എല്ലാ ആളുകളുടെയും ജീവചരിത്രം പരിശോധിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നീതി നിർവഹണം നടത്തിയിട്ടുണ്ട്. അതല്ലാതെ ഭരണം നിർവഹിച്ച ആളുകളെല്ലാം ചരിത്രത്തിൽ അക്രമം ചെയ്തവരും അക്രമം പ്രവർത്തിച്ചവരുമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇന്നല്ലാഹു യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, നിങ്ങളോട് അദ്ൽ ചെയ്യാൻ നാം കൽപ്പിക്കുന്നുവെന്നാണ്. അപ്പൊ ഈ 4 ക്വാളിറ്റി ഭരണാധികാരിക്കുണ്ടാവണം. ഭരണ നിർവഹണത്തിൽ ഈ 5 സമീപനങ്ങൾ ഉണ്ടാവണം. നീതി നശിക്കാൻ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിന്റെ യൂണിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സമുദായത്തിന്റെ യൂണിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഇങ്ങനെ സംഘർഷപ്പെടുക, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുക, വിദ്വേഷത്തിന്റെ അന്തരീക്ഷം സമൂഹത്തിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കെടുക്കാൻ, തണുപ്പിക്കാൻ, കൂട്ടിപ്പിടിക്കാൻ, ചേർത്തുപിടിക്കാൻ കഴിയുക എന്നത് ഏറ്റവും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് ഇസ്ലാമിക സമൂഹം ഏത് കാലത്തും നിർവഹിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടി ചേർന്ന ഒരു സഖ്യമുണ്ടായിരുന്നു. ആ സഖ്യം ഏതാണ്? ഹൽഫുൽ ഫുളൂൽ എന്നാണ് അതിന് പറയാം. കാരണം മക്കയിൽ സമാധാനം ഉണ്ടാക്കാൻ, മക്കയിൽ സാഹോദര്യം ഉണ്ടാക്കാൻ നുബുവത്തിന്റെ മുമ്പ് നബി കട്ടിച്ചേർന്നു. എല്ലാ ഗോത്രങ്ങളെ കൂട്ടത്തിൽ നബി അതിലെ പ്രധാനപ്പെട്ട റോള് വഹിച്ചു. എന്നിട്ട് മദീനയിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്കൊരു മേത്തരം ചുവന്ന ഒട്ടകം ഒരാൾ തരാം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പ്രിയങ്കരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ആ സഖ്യമാണ്. അത് സമാധാനത്തിനും സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട സഖ്യമാണ്. അതുകൊണ്ട് നാട്ടിൽ സമാധാനവും സൗഹാർദ്ദാന്തരീക്ഷവും നിലനിൽക്കുക എന്നത് മറ്റേതിനേക്കാളും നമ്മൾ മുൻഗണന നൽകേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ ആരാധനയുടെ ഭാഗമായി ഈ സമാധാനത്തിനും നീതിക്കും സൗഹാർദ്ദത്തിനും വേണ്ടിയുള്ള പരിശ്രമത്തെ നമ്മൾ ഉൾപ്പെടുത്തുക. ജഗന്നിയന്താവ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.